Good morning to all. You can mark your attendance now. Please mark your attendance. Okay. Then we are learning about our light, isn't it? Light. Yes, sir. Yes, good. Then what is meant by light? Jiva, can you say what is meant by light? Jiva George. Can be possible. ഒന്ന് ക്ലിയർ ആയിട്ട് പറ. Vision makes that possible. സംതിങ് ദാറ്റ് മേക്സ് വിഷൻ പോസിബിൾ അല്ലേ? സംതിങ് ദാറ്റ് മേക്ക് വിഷൻ പോസിബിൾ ഈസ് ലൈറ്റ്. ദെൻ ക്യാൻ യു സേ 1-2 എക്സാമ്പിൾ അവർ ആതിര? Example for light. It is a very simple question. Example for light. Lighthouse. Yes. Lighthouse. Light from lighthouse. Good. Then another, Delvin. I can't hear you. I can't hear you. മിസ് അവന് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഓക്കെ. ദെൻ നമുക്ക് തൽക്കാലം എക്സ്ക്യൂസ് കൊടുക്കാം. നല്ല മോൻ അവനല്ലേ? ഓക്കെ, തൽക്കാലം എക്സ്ക്യൂസ്. ദെൻ ഹൗ ക്യാൻ വി സീ ഒബ്ജക്ട്സ്? ഹൗ വി നോ ലൈറ്റ് ഹെൽപ്പ് us to see things. Then how can we see things in that is in our room? Harinand, how can we see things? എങ്ങനെയാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റുന്നത്? Harinand. The light will reflect the change of direction by the mirror is called reflection of light. That is reflection. Then how can we, the reflection help us to see things? Okay. ഓക്കെ, പിന്നെ ഐഡിയ ഉണ്ട്, അത് പറയാൻ കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഹരിനന്ദിന് മനസ്സിലായി, ഐഡിയ മനസ്സിലായി, പക്ഷെ അത് എന്താ പറയാൻ കിട്ടിയില്ല എന്നേ ഉള്ളൂ അല്ലേ ഹരി? അങ്ങനെയാണോ? ഓക്കെ. ദെൻ ദാറ്റ് മീൻസ് when the light from the object reached our eyes, we can see object. Then the light that reflected from. Then what is meant by reflected? Our Ashwin, what is meant by reflection? ഒന്ന് മനസ്സിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കാം. നമ്മൾ എപ്പോഴും റിഫ്ലക്ഷൻ കാണുന്നില്ലേ? Then what is meant by reflection? Ashwin, what is meant by reflection? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്നും മറന്നു പോയിട്ടല്ല ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അശ്വിൻ, ക്യാൻ യു സേ ദ ആൻസർ? അറിയില്ല മിസ്സേ. വൈ? വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? നീ പിന്നെ ബുക്ക് വായിച്ചില്ല എന്നർത്ഥം അല്ലേ? അറിയില്ല എന്ന് പറഞ്ഞാൽ നീ അതിന് ട്രൈ ചെയ്യില്ല, അറിയാൻ വേണ്ടി നീ പഠിച്ചില്ല എന്നർത്ഥം അല്ലേ? വൈ? വാട്ട്സ് റീസൺ? വാട്ട്സ് ദ റീസൺ? You are studying in 7th standard, so you must give importance for your study. റിഫ്ലക്ഷൻ എന്തെന്നറിയാത്ത കുട്ടി എന്താണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്? ജോയൽ, ആരാധ്യ, അഫ്രാസ്, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ജുവാന, ഗുഡ്. അഫ്രാസ്, ക്യാൻ യു സേ വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? Change of direction by a mirror is called. ഗുഡ് ഗുഡ് ഗുഡ്. കണ്ടോ? ജീവ അല്ല, ജീവ എവിടെ പോയി? ഇവനോട് പോയി. അശ്വിൻ, സേ ദ ആൻസർ. വാട്ട് ഈസ് മീൻ ബൈ റിഫ്ലക്ഷൻ? Afras told the answer. What is this, Ashwin? Okay. എവിടെ പോയി? അശ്വിൻ അപ്രത്യക്ഷനായോ? അപ്പോൾ ഈ ആരെങ്കിലും അപ്രത്യക്ഷനാകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ അപ്രത്യക്ഷമായിക്കോളും. നമുക്ക് മജീഷ്യൻ മുതുകാടിനെ ഒന്നും കൊണ്ടുവരണ്ട. മജീഷ്യൻ മുതുകാട് എത്ര വിഷമിച്ചിട്ട് ഒരാളെ ഡിസപ്പിയർ ആക്കുക അപ്പിയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മജീഷ്യൻ മുതുകാടിൻ്റെ സർക്കസ്, അല്ല സോറി മാജിക്ക്
കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ അന്നമ്മ മിസ് എത്ര പെട്ടെന്നാ പിന്നെ ഒരാളെ ഡിസപ്പിയർ ആക്കി നോക്കിക്കേ. ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര പെട്ടെന്ന് ഡിസപ്പിയർ ആവും. Okay. Then we know reflection means change of direction of light by mirror, anything. Okay. Then we can use mirror for the reflection, or we can see reflection from the water lake. That is just a shiny surface can reflect lights. Then now today we can see what is image. What is image? What is image? Image means the object or the picture we can see in a mirror. Example, if we place a lighted candle in front of a mirror. Okay? If we place a lighted candle in front of a mirror, we can see two light candles there. Isn't it? One original candle and other one is its image. The candle which we can see on the mirror, അല്ലേ? മിററിൽ കാണുന്നതും പിന്നെ ഇത് candle itself. The candle itself is called object, and the candle which we can see on mirror is എന്താണ്? ഇമേജ്, അല്ലേ? നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മൾ ഒബ്ജക്റ്റാണ്. നമ്മളുടെ ചിത്രം കാണുന്നത്, നമ്മൾ കാണുന്നത് എന്താണ്? ഇമേജ് ആണല്ലേ? അപ്പം മിസ്സിനെ നിങ്ങൾ കാണുന്നത് ഇമേജ് അല്ലേ? ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒബ്ജക്റ്റാണ്, മിസ്സിന് നിങ്ങൾ ഇമേജ് ആണല്ലേ? Okay, image. So that image. Then there are virtual image and then real image. There are two type of images. One is virtual image and other is real image. Okay, virtual image എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളതല്ല. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്നർത്ഥം. റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ we can see it on a screen. We can see it on a screen. That is real image. പക്ഷേ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ we can't see it on a screen. നമുക്കതിനെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഓക്കെ, റിയൽ ഇമേജ് we can see it on a screen, but virtual image we can't see it on a screen. That is the difference between real image. അതിക്കുള്ള പറയാനാവില്ല. നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഇമേജ് ആണ് റിയൽ ഇമേജ്. Yes, who is that? Please raise your hand. എന്താ മോളെ? സൗണ്ട് ഒരു ക്ലിയർ ഇല്ല തോന്നുന്നു, എന്തോ ഇടയ്ക്കിടക്ക് മാത്രം. നെറ്റ് പ്രോബ്ലം ആണോ? ഇവിടെ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അങ്ങോട്ട് നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഇവിടെ ഓക്കെ, കാരണം ഇവിടെ ഫുൾ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മൈക്രോഫോണിൻ്റെ ഫുൾ ഇതുപോലത്തിലാണ് പോകുന്നത്. സോ ദെൻ റിഫ്ലക്ഷൻ മീൻസ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ബൈ ആൻ ഇമർ. ദെൻ ദർ ആർ ടു ടൈപ്പ് ഓഫ് ഇമേജസ്, ദാറ്റ് ഈസ് റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. Okay, real image, the image we can see on a screen, and virtual image is with the image which we can't see on a screen. Okay, good. Then we can use three type of mirrors for there. Here we can use three type of mirrors. Okay, what are they? Then another important thing we want to remember is that when we stand in front of a mirror, just raise your hand, right hand ഉയർത്തുമ്പോൾ അതെന്തായിട്ടാണ് സ്ക്രീനിൽ മനസ്സിലാവുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ആവും അല്ലേ? ദർ ഈസ് എ ഇന്റർചേഞ്ച് ഓഫ് എന്താണ് പൊസിഷൻ, നോട്ട് ദ സൈസ് ബട്ട് ദ പൊസിഷൻ മേ. ഓക്കെ, റൈറ്റ് ഹാൻഡ് ബിക്കം ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് bicome right hand. That is the one special thing about the image. Okay, in the preliminary we can use three type of mirrors for making image. How many? Mainly three type of images. What are they? One is plain mirror. That is a steel plate or spoon or okay, പിന്നെ മിററൊക്കെയാണ്. ഓക്കെ, അതാണ് നമുക്ക് എക്സാമ്പിൾ ആയിരുന്നത്. പ്ലെയിൻ മിററാണ്. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് തന്നെ എടുത്താൽ മതി, നമ്മുടെ സാധാരണ മിറർ എടുത്താൽ മതി, പ്ലെയിൻ മിറർ എടുക്കാം. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു സ്പൂൺ എടുത്തു, അതിൻ്റെ കേവ് ഇൻസൈഡ് പോർഷൻ ഇല്ലേ,
ഇൻസൈഡ് പോർഷൻ ഒരു കുഴിയുള്ള പോർഷൻ, അതാണ് കോൺകേവ് മിററിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. ദെൻ വരുന്നത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ പറഞ്ഞാൽ ആ സ്പൂണിൻ്റെ തന്നെ ആ കേവിഡായ ഭാഗം വരുന്നില്ലേ, ആ ഷൈനിങ് ആണ് ഉള്ളിലേക്ക് വളഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത്, അതാണ് കോൺവെക്സ് മിറർ. അപ്പോൾ വി ക്യാൻ യൂസ് 3 type ഓഫ് മിറേഴ്സ് ഹിയർ: പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. ഈ കോൺകേവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കേവ് ഉണ്ട് എന്നോർത്തിട്ട് സിംഹം പോയി കിടന്നുറങ്ങുന്ന കേവ് അല്ല കേട്ടോ, അത്രയും കേവ് ഒന്നുമില്ല, ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. ഓക്കെ, കോൺകേവ് മീൻസ് ഗുഹ എന്നർത്ഥമുണ്ടല്ലേ, ഇല്ലേ അർജുനെ? അർജുൻ, നിന്റെ വീഡിയോ ടേൺ ചെയ്തിട്ടായിരിക്കുന്നത് ഇതിന്. ഓക്കെ, അന്നോ ഇപ്പോൾ ഓക്കെ, ഗുഡ്സ്, ദാറ്റ് ഗുഡ്സ്. ഓക്കെ, ദെൻ അതായത് പിന്നെ കോൺകേവ് മിററുണ്ട്, കോൺവെക്സ് മിററുണ്ട്, ആൻഡ് പ്ലെയിൻ മിററുണ്ട്. ഇനി നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ലെൻസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മിറേഴ്സ്: പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. Then what is meant by plain mirror? These are flat mirrors. These are flat mirrors. Okay, flat. ഇനി ശ്രദ്ധിക്കണം, അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കണം. Plain mirrors are flat mirrors that reflect image in their normal proportion, reversed from left to right. That is specialty. Plain എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റാണ്, നല്ല എന്താ പറഞ്ഞ നിരപ്പായിട്ടുള്ളതാണ്, ഇങ്ങനെ പിന്നെ ട്രേഡാമോടെ അല്ല, പ്ലെയിൻ ആണ്. ഓക്കെ, പ്ലെയിൻ മിറേഴ്സ് ആർ ഫ്ലാറ്റ് മിറേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ഇമേജ് ഇൻ ദെയർ നോർമൽ പ്രൊപ്പോർഷൻ. നമ്മളെ കാണുന്നത് പോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. റിവേഴ്സ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓൺലി വൺ പ്രോബ്ലം ഈസ് ഇറ്റ്സ് സൈഡ് മാറും, റിവേഴ്സ്ഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, പ്ലെയിൻ മിററാണ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്, സെയിം പ്രൊപ്പോർഷനായ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ദർ ഈസ് സം പ്രോബ്ലം, ദാറ്റ് ഈസ് റിവേഴ്സൽ ഫ്രം ലെഫ്റ്റ് ടു സൈഡ്. സൈഡിൻ്റെ ഒരു ചെറിയ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായി കാണും, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായി കാണും. എന്തൊരു പ്രശ്നം വെച്ചാൽ പിന്നെ നമ്മുടെ പ്ലെയിൻ മിററിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ അതിനൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റീൽ പ്ലേറ്റാണ്, സ്പൂണാണ്. പിന്നെ സൈഡ് മിറർ ഓഫ് കാറ്, പിന്നെ സ്കൂട്ടറിൻ്റെ ഒക്കെ സൈഡ് മിറർ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? സൈഡ് മിറർ എടുത്ത് നോക്കിയാൽ നമ്മൾക്കത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൺകേവ് മിറർ. കണ്ടോ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കേവ് ഉണ്ട്, മീൻസ് ചെറിയൊരു വളവുണ്ടാവും. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ചെറിയൊരു കേവ് ഷേപ്പ് ഉണ്ടാവും. എന്താണ്? ദിസ് ആർ സ്പെറിക്കൽ മിറേഴ്സ്. എന്താ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ? ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മിസ് പറയാം. ഒരു പിന്നെ റബ്ബർ ബോൾ എടുക്കുക, ആ റബ്ബർ ബോളിനെ ആക്സോ ബ്ലേഡ് വെച്ച് നടുവെ മുറിക്കുക. അപ്പം നമുക്ക് 2 പീസസ് കിട്ടത്തില്ലേ? ആ പീസസിൻ്റെ ഉൾഭാഗത്തുള്ളതിന് ആ ഷേപ്പ് ഉണ്ടല്ലോ, ഉൾഭാഗത്തുള്ള ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പുള്ള മിററാണ് കോൺകേവ് മിറർ. അതിൻ്റെ പുറത്തുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കളിക്കുമ്പോൾ നിലത്ത് മുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വരുന്നതാണ് ആ ഷേപ്പ്. ഏകദേശം അത് ഒന്നോർത്തർ അത്രയ്ക്കും കുഴിഞ്ഞങ്ങനെ പോകണമെന്നില്ല, ആ രീതിയിലുള്ളതാണ് കോൺവെക്സ് മിറർ. ഓക്കെ, സോ ബെസ്റ്റ്. ദെൻ കോൺവേവ് മിറർ ആർ സ്പെറിക്കൽ മിറർ ദാറ്റ് കേവ് ഇൻവേർഡ് ലൈക്ക് എ സ്പൂൺ. കണ്ടോ, ഇപ്പോൾ ആരും നോട്ട് എഴുതണ്ട, മിസ് നോട്ട് തരാം, ക്ലിയറായി നോട്ട് തരാം. ഇപ്പം ജസ്റ്റ് ലിസൺ ഇൻ ദ ക്ലാസ്. ഓക്കെ, സോ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ മിററാണ്, അതായത് ഗോളാകൃതിയിലുള്ള, എന്നിട്ട് ഫുൾ അങ്ങ് ഗോളാകൃതിയിൽ വരണമെന്നില്ല കേട്ടോ, അതിൻ്റെ ഗോളത്തിൻ്റെ ഒരു പോലെ ഗോളാകൃതിയിലുള്ളതാണ്. ആൻഡ് ദാറ്റ് കേവ് ഇൻവേർഡ് ലൈക്ക് എ സ്പൂൺ. ഒരു സ്പൂൺ പോലെ ഉള്ളിലേക്ക് ഇൻവേർഡ് ആയിരിക്കും, ചെരിഞ്ഞിരിക്കും. ഓക്കെ, ക്ലിയർ. ദെൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞില്ല. ദിസ് ഈസ് ഓൾസോ സ്പെറിക്കൽ മിറർ. ഇതും സ്പെറിക്കൽ മിററാണ്, ഗോളാകൃതിയിലുള്ള മിററാണ്. ഓക്കെ, അതിൻ്റെ സൈഡ്, അതായത് അത് ടച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഡെൽവിൻ, പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, ആരാധ്യ, ജുവാന, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ഇസ് ദർ എനി പ്രോബ്ലം? Yes, miss. Yes, miss. Okay. Then this is the spherical mirror for ഇതിൻ്റെയും ഇത് തന്നെയാണ്. അബ്രൈറ്റ് ആൻഡ് വൈഡ് ഫീൽഡ് നമുക്ക് we can use it in the mainly in പിന്നെ സൈഡ് ഓഫ് കാർസ്.
അല്ലേ? വണ്ടികൾ നമ്മൾ ഒക്കെ വണ്ടികളുടെ നോക്കിക്കുക, അവിടെ കാറുണ്ടല്ലേ, വണ്ടീൻ്റെ സൈഡിൽ മിറർ ഉണ്ടല്ലേ, അതേത് മിററായിരിക്കും? വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഇസ് ദാറ്റ്? വിച്ച് പ്ലെയിൻ മിറർ. നോ ദാറ്റ് ഈസ് കോൺവെക്സ് മിറർ. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഉമ്മറപ്പുഴ പള്ളിയുടെ ആ റോഡിൻ്റെ അവിടെ ഒരു വലിയൊരു മിറർ വെച്ചിട്ടില്ലേ, വണ്ടി വരുമ്പം കാണാൻ വേണ്ടിയിട്ടൊക്കെ? ഇതുപോലെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്നില്ലേ? ഓക്കെ, അത് കോൺവെക്സ് മിററാണ്. അതെന്താണ്? ദാറ്റ് ഈസ് കോൺവെക്സ് മിററാണ്. അതിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് the image formed by a convex mirror is erect. What is meant by erect? നിവർന്നത്. എന്താണ്? നിവർന്നതായിരിക്കും. ഓക്കെ, സ്റ്റേൺ ആയിരിക്കും, നിവർന്ന് നിൽക്കുന്ന, നേരെ നിൽക്കുന്ന. ഇറക്റ്റ്, വെർച്വൽ ആൻഡ് സ്മോൾ ഇൻ സൈസ് ദാൻ ഒബ്ജക്റ്റ്. വെർച്വൽ ആയിരിക്കും. ഓക്കെ, റിയലും വെർച്വലും ഉണ്ടല്ലോ. റിയൽ അല്ല, വെർച്വൽ ആയിരിക്കും. ദാറ്റ് ക്യാനോട്ട് ബി കോൺസെൻട്രേറ്റ് ഓൺ എ സ്ക്രീൻ. വെർച്വൽ ആൻഡ് സ്മോൾ ഇൻ സൈസ്. സൈസ് സ്മോൾ ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ക്യാൻ കവർ എ വൈഡ് ഏരിയ. കുറേ സ്ഥലത്തെ ഒന്നിച്ചിവിടെ, കാരണം ഈ കോൺകേവ് മിറർ നമ്മളെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വി യൂസ് കോൺകേവ് മിറേഴ്സ് ഫോർ ദ കാർസ്, ഓക്കെ, വെഹിക്കിൾ. സോ ഈവൻ ഓ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് സ്മോൾ, ഇറ്റ് ക്യാൻ കവർ എ വൈഡ് ഏരിയ. ഒരു ലാർജ് ഏരിയ, ഒരുപാട് നമുക്ക് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വി ക്യാൻ യൂസ് കോൺകേവ് മിറേഴ്സ് ഫോർ വെഹിക്കിൾസ്. ഓക്കെ, ഹു ഈസ് ദാറ്റ്? ആരാണത്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. കേൾക്കാമോ? അത് ജുവാനയ്ക്കാണോ ആരാധിക്കാണോ പ്രശ്നം? ആരാധ്യ മോളെ, ഇവിടുത്തെ പ്രശ്നമല്ല കേട്ടോ. ഇവിടെ ഫുൾ വോളിയത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഇവിടെ ഓക്കെ ആണല്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക്, ഞാൻ മിസ് നോട്ട് എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് എന്താണത്, അതിൻ്റെ യൂസസ് ഒക്കെ കൃത്യമായി തന്നെ എഴുതി തരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പോകണ്ട. ദെൻ വാട്ട് മീൻസ് മൈ റിയൽ ഇമേജ്? What is mean by real image? An image can form on a screen. ഓക്കെ, നമുക്ക് കോൺകേവ് എന്ന് തന്നെ മനസ്സിൽ വരണേ. ചെറിയൊരു വളവുള്ള കേവ്. ഓക്കെ, കേവ്ഡ്, വളഞ്ഞത്. കോൺകേവ് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ എന്താണ്, നമ്മുടെ ലൈറ്ററിനൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പേപ്പർ ബേൺ ചെയ്യാനൊക്കെ പറ്റും. ചെയ്തിട്ടുണ്ടോ? ഒരു ലെൻസ്, ഒരു മിറർ. ലെൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ മിററാണ് പഠിക്കുന്നത്. മിറർ നമ്മൾ ജസ്റ്റ് സണ്ണിനെ ഫോക്കസ് ചെയ്തിട്ട് അനങ്ങാതെ വെച്ചാൽ, ഒരു പഞ്ഞിയോ കോട്ടനോ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫോക്കസ് ദ ലൈറ്റ് ഓൺ ദാറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, സണ്ണിൻ്റെ ലൈറ്റിനെ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറേ സമയം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹീറ്റ് കൊണ്ട് പേപ്പറോ അല്ലെങ്കിൽ കോട്ടനോ ഒക്കെ കത്തിപ്പിടിക്കും. ഓക്കെ, ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം വരുമ്പോൾ അറിയാം. എന്താ പറഞ്ഞോ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ടെന്ന് ഓർക്കാം. അപ്പോൾ അവർക്ക് തീ കത്തിക്കണമെങ്കിൽ ഇഫ് ദേ ഹാവ് എ എന്താണ് കോൺകേവ് മിറർ, ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ മേക്കിംഗ് ഫയർ. ഓക്കെ, നമ്മളാരും ഒറ്റപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അല്ലേ? എന്നാലും ജസ്റ്റ് ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്കിന്ന് ഇത്രയും മതി. നമുക്ക് ആ ഭാഗം കൊണ്ടൊന്ന് വായിക്കാം. കാരണം കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് വായിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സോ ഹു ഈസ് റെഡി? അലൻ ബെന്നി, ക്യാൻ യു ടേൺ ഓൺ യുവർ വീഡിയോ? അലൻ ബെന്നി, okay, good. Can you read this chapter? Okay, miss. Okay, then start. You might have seen a beam of sunlight when it enters a room through a narrow opening or a hole. You may have also seen beams of light from the headlamps of scooters, cars and engines of trains. Similarly, a beam of light can be seen from a torch. Some of you have seen a beam of a searchlight
from a lighthouse or from an airport tower. ക്ലിയർ ആണല്ലോ? അവിടെ എന്തെങ്കിലും മെയിൻ പോയിന്റ് ഉണ്ടോ? ദാറ്റ് മീൻസ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്താണ്? ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ലൈറ്റ് എപ്പോഴും എങ്ങനെ സഞ്ചരിക്കുള്ളൂ? only straight line. That is why, because we can hear the sound of man is saying outside the house or room, but we can't see them. Why? What's the reason? What's the reason? Okay, we can hear the person who is saying from outside or courtyard. We can, but we can't see him. Why? The reason is straight travel in a straight line. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, ഏതൊരു ഹോളിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ലേ അത് പോകുന്നേ? കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്ത് നോക്ക്. പിന്നെ എന്താ ഇപ്പം മിസ് അല്ലാണ്ട് ഏത് ഹോളിൽ നിന്നായാലും ലൈറ്റ് വരും. നമ്മുടെ എയർ ഹോളിൽ നിന്നൊക്കെ ലൈറ്റ് വരില്ലേ വീട്ടിൽ? റൂമിൽ എയർ ഹോളില്ലേ? എയർ ഹോളിൽ നിന്നൊക്കെ ലൈറ്റ് വരുന്ന കണ്ടിട്ടില്ലേ? എപ്പോഴും നമുക്ക് മുന്നോട്ടൊന്ന് നോക്കിക്കേ. വീടുണ്ടായിട്ട് മാത്രം കാര്യമില്ല, വീടിനെ കാണണം. കുറേ സയൻറ്റിഫിക്കായ ശാസ്ത്രബദ്ധമായ കുറേ കാര്യങ്ങൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന അടുക്കളയിലെ സ്പൂണും പിന്നെ പ്ലേറ്റിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചതല്ലേ? സോ ഓക്കെ, ദെൻ ഓക്കെ, കണ്ടിന്യൂ അലൻ. എവിടെ പോയി? 15.1. Light travels along a straight line. Bujo recalls an activity he performed in class 6th. In the activity, he looked at a lighted candle first through a straight pipe and then through a bent pipe. Figure 15.2. Why was Bujo not able to see the candle flame through a bent pipe? This activity showed that light travels along straight lines. How can we change the path of light? Do you know? What happens when light falls on a polished or a shiny surface? Figure 15.2. Reflection of light. One way to change the direction of light. Please wait, അലൻ. നമ്മളുടെ അർജുൻ ഇവിടെ കയറിയിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. യെസ്, ഓക്കെ, ഗുഡ്, കാണാം. ദെൻ നമ്മളുടെ ആബ്സെന്റ് ഉണ്ടല്ലോ, അതാരാടാ? പിന്നെ നമ്മുടെ ദിയയും ശ്രീയും അല്ലാതെ ഓക്കെ. മിസ്, യെസ്, അഫ്രാസ് 2 മിനിറ്റ് മുമ്പ് വന്നായിരുന്നു, പിന്നെ അഫ്രാസ് പോയി. അത് അവന് നെറ്റ് പ്രോബ്ലംസ് ഇല്ലായിരിക്കും. ഓക്കെ, എത്ര ദൂരെ എന്നുള്ളതല്ലേ? എന്നാലും ഒരാളെ കൂടെ കിട്ടണം. ജോയൽ അല്ലേ? ജോയൽ റെജിനോൾ അല്ലേ? ജോയൽ, ഹലീമ, വസുദേവ്. ജോയൽ. ജോയൽ കുറെ നേരം ഇതിനകത്തുണ്ടായിരുന്നു. എന്തോ? ജോയൽ കുറെ നേരം ഇതിനകത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ചാറ്റിൽ വെച്ച് പിടിക്കാം അവരെ. ദെൻ ഓക്കെ, കണ്ടിന്യൂ. അതിനകത്ത് മെയിൻ പോയിന്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ലല്ലോ. അതാ, എ ലൈറ്റ് ഫാൾസ് ഓൺ എ പോളിഷ്ഡ് ഓർ ഷൈനി സർഫസ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് അല്ലേ? ഷൈനി സർഫസിൽ വീഴുന്നത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് അതിനകത്തെ മെയിൻ പോയിന്റ്. ഓക്കെ, ഗുഡ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ദെൻ യു ജസ്റ്റസ് കണ്ടിന്യൂ ദ റീഡിങ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ശ്രദ്ധിച്ചിരിക്കണം എവിടെ വായിക്കുന്നതെന്ന്. ഓക്കെ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഫിഗർ 15.2. 15.2. മക്കളെ, ഓൺലൈനാന്ന് ഓർത്തിട്ട് ഉഴപ്പരുതേ കേട്ടോ. ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഓക്കെ, 15.2 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സെക്കൻഡ് പേജ്, ചാപ്റ്ററിന്റെ സെക്കൻഡ് പേജ്, പേജ് നമ്പർ 175. ആ ലയണിന്റെ ചിത്രത്തിന്റെ ജസ്റ്റ് സിംഹത്തിന്റെ ഇപ്പുറല്ലേ?
ആ ആ ആ One way to change the direction of the light is to let it fall on a shiny surface. For example, a shiny stainless steel plate or a shining steel spoon can change the direction of light. The surface of water can also act like a mirror and change the path of light. Have you ever seen the reflection of trees or buildings in water? Any polished or a shiny surface can act as a mirror. What happens when light falls on a mirror? You have learned in class 6 that a mirror changes the direction of a light that falls on it. This change of direction by a mirror is called a reflection of light. Can you recall the activity in which you got the light of a torch reflected from a mirror? Let us perform a similar activity. Activity 15.1. Take a torch, cover its glass with a chart of paper, which has 3 narrow slits as shown in figure 15.5. Spread a sheet of chart paper on a smooth wooden board. Fix a plain mirror strip vertically on the chart paper. Now direct the beam of the light on the mirror from the torch with the slits. Place the torch in such a way that its light is seen along the chart paper on the board. Now adjust its position so that the light from the torch strikes the plane mirror at an angle. Thus, the mirror changes the direction of the light that falls on it. Now move the torch slightly to either side. Do you find any change in the direction of the reflected light? Look into the mirror along the direction of the reflected light. Do you see the slits in the mirror? This is the image of the slits. This activity shows how light reflects from a plain mirror. Let us play around with the images formed in mirrors and know a little more about them. Activity 15.2. Place a lighted candle in front of a plain mirror. Try to see the flame of the candle in the mirror. It appears as if a similar candle is placed behind the mirror. The candle which appears behind the mirror is the image of the candle formed by the mirror. The candle itself is the object. Now, move the candle to different positions in front of the mirror. Observe the image in each case. Was the image upright in each case? Did the flame appear on top of the candle as in the object? Such an image is called erect. An image formed by a plain mirror, erect and of the same size as the object. Okay, Now okay. place Underline that words. Underline that sentence. An image formed by a plain mirror is erect and the same size as the object. നിവർന്നതായിരിക്കും സെയിം സൈസുമായിരിക്കും. Now place a vertical screen behind the mirror. Try to obtain image of the candle on this screen. Can you get the image on the screen? Now place the screen in front of the mirror. Can you get the image on the screen now? You will find that the image of the candle cannot be obtained on the screen in the either case. What about the distance of the image from mirror? Let us perform another activity. Activity 15.3. Take a chessboard. If a chessboard is not available, draw on Okay, a just chart please wait. Please wait. Arjun, you can continue. 15 activity 15.3. Arjun, this is your turn. Activity 15.3. The take a chessboard if a chessboard is not Can you take a chessboard? If a chessboard is not available, the draw on a chart paper 64 8 into 8 square of once again, that is an important question. And normally PSC ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ എ ചെസ് ബോക്സ് അല്ലേ? നമ്മൾ സിംപ്ലി വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 into 8 64 അല്ലേ?
64 squares are there in chessboard. Okay, continue. Draw a thick Thick line. line Thick line in the middle of the paper. middle of the paper. Fix a plain mirror plain mirror and vertically on this line. one second. വാസുദേവ്, അർജുൻ, നിങ്ങൾ വായിക്കാൻ പുറകിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഞാൻ ഇനി ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി വരുന്നുള്ളൂ എങ്ങനെയാണെന്ന്. എസ്പെഷ്യലി ഇപ്പോൾ അർജുനെ മിസ് നോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി വായിക്കാൻ പഠിക്കണം കേട്ടല്ലോ. ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിന്നെ കൊണ്ട് വായിപ്പിക്കാൻ നോക്കും. കാരണം അറിയാവുന്നവരെ പിന്നെയും പറയണ്ട, പഠിപ്പിക്കണ്ട അല്ലേ. അറിയാത്തവരല്ലേ. എടാ, വിശക്കുന്നവർക്കല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത്. വിശപ്പ് വരുന്നവർക്ക് ബിരിയാണി കൊടുത്താലും തിന്നാൻ തോന്നൂല അല്ലേ. കുറച്ചൊക്കെ തിന്നുന്നല്ലാണ്ടേ. അതുപോലല്ല ഇത്. എന്നാലും ഓക്കെ അർജുൻ, നിന്നെ എല്ലാ ദിവസങ്ങളിൽ തന്നെ ഞാൻ വായിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. യെസ്, ഇവിടെ ഹെവൻ വർഗീസാ ഉള്ളത്. ഓക്കെ ഹെവൻ വർഗീസിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹെവൻ വർഗീസ് വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. ഓക്കെ, കണ്ടിന്യൂ. The place and with small place any small object such as a pencil. The sharpener at the boundary of the thing. Third square. The third square. Counting from note the position. Note the position of the image. The image note. Now shift the above object the. ഓക്കെ അർജുൻ, നീ ഈ ലെസൺ വായിക്കുന്നതിൻ്റെ ഒരു ഇത് മിസ്സിനിടണം കേട്ടോ. വോയിസ് മിസ്സിനിടണം. എപ്പോഴാണ് ഇടുന്നേ? ഇന്ന് മിസ് വീട്ടിലെത്തുമ്പോൾ 5:30 ആകും. ഓക്കെ, അതിന് മുമ്പ് ഇടുക. ഓക്കെ ദെൻ ഇങ്ങനെ പോയാൽ നമ്മുടെ പോർഷൻ ബാധിക്കും. അതുകൊണ്ടാണ് മിസ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് പോർഷനോടെ കവർ ചെയ്യണ്ടേ. അടുത്ത ഹെവൻ, കണ്ടിന്യൂ. ഹെവൻ വർഗീസ്, എവിടുന്ന് കിട്ടിയില്ലേ മോനെ? പേജ് നമ്പർ 177 ആക്ടിവിറ്റി 15.3 പോരണം. എന്താണ് ഫിഗർ നമ്പർ 15.7 ബ്രാക്കറ്റ് കണ്ടില്ലേ? അവിടെ നിന്ന് തുടങ്ങിക്കോ. നോട്ട് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. Note the position of the image on this object to the boundary of the fourth square. Angle. Note the position on the image. Did you find any result between the relation between the distance on the image of the mirror and that of the object informed of it? You will find left for us. You will find that the image is at the same distance behind the mirror as the object